ഹായ് ഫ്രണ്ട്സ്, ജേർണലിംഗ് ജേണിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പർച്ചേസ് ഓർഡർ, സെയിൽസ് ഓർഡറാണ്. എന്താണ് പർച്ചേസ് ഓർഡർ, എന്താണ് സെയിൽസ് ഓർഡർ, അതെങ്ങനെയാണ് ടാലി പ്രൈമിൽ നമ്മൾ ചെയ്യേണ്ടത്, ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പർച്ചേസ് ഓർഡർ എന്ന് പറഞ്ഞാൽ നമ്മൾ പർച്ചേസ് ചെയ്യുന്നതിന് മുമ്പ്, വാങ്ങുന്നതിന് മുമ്പ് ഓർഡർ കൊടുക്കുമ്പോൾ അതിനെയാണ് നമ്മൾ പർച്ചേസ് ഓർഡർ എന്ന് പറയുക. അതായത് നമുക്ക് ഒരു പ്രൊഡക്റ്റ് ഇത്ര ക്വാണ്ടിറ്റി ഇന്ന ഡേറ്റിലേക്ക്, അതായത് ഫ്യൂച്ചർ ഡേറ്റിലേക്ക് ആവശ്യമാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ നമ്മുടെ സപ്ലയേഴ്സിന് കൊടുക്കുന്ന ഓർഡറിനെയാണ് നമ്മൾ പർച്ചേസ് ഓർഡർ എന്ന് പറയുന്നത്. നമ്മളിങ്ങനെ ഓർഡർ ചെയ്തതിന് ശേഷം പിന്നീട് ആ ഡേറ്റ് എത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഈ ഓർഡർ ചെയ്ത പ്രോഡക്റ്റ്സ് നമ്മൾ പർച്ചേസ് ചെയ്യും. അതുപോലെ സെയിൽസ് ഓർഡർ എന്ന് പറഞ്ഞാൽ നമ്മുടെ കസ്റ്റമേഴ്സ് ഉണ്ടായിരിക്കും, കസ്റ്റമേഴ്സ് നമുക്ക് തരുന്ന ഓർഡറിനെയാണ് നമ്മൾ സെയിൽസ് ഓർഡർ എന്ന് പറയുക. സെയിൽസ് ഓർഡർ കിട്ടിയതിന് ശേഷം അവർ പറയുന്ന ഡേറ്റിൽ നമ്മൾ എന്ത് ചെയ്യും, കറക്റ്റായിട്ട് സെയിൽസ് നടത്തണം. ഇതാണ് പർച്ചേസ് ഓർഡറും സെയിൽസ് ഓർഡറും. അപ്പോൾ ഫസ്റ്റ് നമുക്ക് പർച്ചേസ് ഓർഡർ എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. പർച്ചേസ് ഓർഡർ ചെയ്യുമ്പോൾ ഫസ്റ്റ് ഞാൻ കമ്പനി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അതുപോലെ ലെഡ്ജേഴ്സ്, സ്റ്റോക്ക് ഐറ്റം ഇതെല്ലാം ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഇതൊക്കെ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്ന് മുമ്പത്തെ ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ആ ക്ലാസ്സുകൾ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ അത് കാണുക. അപ്പോൾ നമുക്ക് പർച്ചേസ് ഓർഡറിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ പർച്ചേസ് ഓർഡർ ചെയ്യാൻ നമ്മൾ വൗച്ചേഴ്സിൽ പോയി പർച്ചേസ് ഓർഡർ വൗച്ചർ ഓപ്പൺ ചെയ്യാൻ നമ്മൾ F10 അതർ വൗച്ചേഴ്സ് ഉണ്ടായിരിക്കും. അതർ വൗച്ചേഴ്സിനകത്ത് ഇവിടെ ഷോ ഇനാക്റ്റീവ് എന്ന് പറഞ്ഞിട്ട് ഇതിൽ ആക്റ്റീവ് ആയിട്ടുള്ള കുറേ വൗച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് പർച്ചേസ് ഓർഡറും സെയിൽസ് ഓർഡറും ഉണ്ടായിരിക്കില്ല. അപ്പോൾ നമുക്കത് ഓപ്പൺ ചെയ്ത് വരണമെങ്കിൽ ഇവിടെ ഷോ ഇനാക്റ്റീവ് എന്ന് പറഞ്ഞൊരു ബട്ടൺ കാണാം, അതിനകത്ത് വെച്ചിട്ട് എൻ്റർ അടിക്കുക. അപ്പോൾ ഇവിടെ ഓർഡർ വൗച്ചേഴ്സിൻ്റെ താഴെ പർച്ചേസ് ഓർഡർ അതുപോലെ സെയിൽസ് ഓർഡർ എന്ന് പറഞ്ഞിട്ട് കാണാം. ഇത് ഡിസേബിൾ ആയിട്ടാണ് കിടക്കുന്നത്. ഇതിനെ നമുക്ക് എനേബിൾ ആക്കണമെങ്കിൽ, ആക്റ്റീവ് ആക്കണമെങ്കിൽ നമ്മൾ പർച്ചേസ് ഓർഡർ എന്നുള്ളത് ഓപ്ഷൻ സെലക്ട് ചെയ്യുക, ജസ്റ്റ് എൻ്റർ അടിക്കുക. അപ്പോൾ നമ്മളോട് ചോദിക്കും ആക്ടിവേറ്റ് നൗ, എസ്. അപ്പോൾ നമുക്ക് പർച്ചേസ് ഓർഡർ വൗച്ചർ ആക്ടിവേറ്റ് ആയി, പർച്ചേസ് ഓർഡർ വൗച്ചർ നമുക്ക് ഓപ്പൺ ആയി കാണാം. അപ്പോൾ അതർ വൗച്ചേഴ്സിൽ പോവുക, ഷോ ഇനാക്റ്റീവ് എന്നുള്ള ഓപ്ഷൻ എടുക്കുക, അതിനകത്തുണ്ടായിരിക്കും പർച്ചേസ് ഓർഡർ. ആ പർച്ചേസ് ഓർഡറിൽ പോയിട്ട് എൻ്റർ അടിക്കുക. അപ്പോൾ ഷോ ഇനാക്റ്റീവ് ചോദിക്കും, അവിടെ എസ് കൊടുത്താൽ മതി. ഇനി പർച്ചേസ് ഓർഡർ വൗച്ചർ ഓപ്പൺ ചെയ്യാനുള്ള കീ ആണ്, ഷോർട്ട് കീ ആണ് Ctrl+F9 ആണ് പർച്ചേസ് ഓർഡർ, Ctrl+F9. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ പർച്ചേസ് ഓർഡർ സെലക്ട് ചെയ്തു, നമുക്ക് പർച്ചേസ് ഓർഡർ ഇവിടെ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഡീറ്റെയിൽസ് കൊടുക്കാം. പാർട്ടീസ് അക്കൗണ്ട് നെയിം, ആർക്കാണ് നമ്മൾ ഓർഡർ കൊടുക്കുന്നത്, PQRനാണ് ഓർഡർ കൊടുക്കുന്നത്. PQR സെലക്ട് ചെയ്തു. ലെഡ്ജർ ഞാൻ മുമ്പ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇവിടെ വന്നത്. അതല്ലെങ്കിൽ നമ്മൾ പുതിയത് ക്രിയേറ്റ് ചെയ്യണം. നമ്മൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് PQR സെലക്ട് ചെയ്തു. മോഡ് ഓഫ് പേയ്മെൻ്റ് ഒക്കെ ചോദിക്കുന്നുണ്ട്, അതർ റെഫറൻസ്, ടേംസ് ഓഫ് ഡെലിവറി, നമ്മൾ ഓർഡർ എടുക്കുമ്പോൾ എങ്ങനെയാണ് അതിൻ്റെ പേയ്മെൻറ്റ് ടേംസ്, അതേപോലെ ഡെലിവറി എങ്ങനെയാണ്, ഈ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ കൊടുക്കണം. അത് കഴിഞ്ഞാൽ പാർട്ടിയുടെ അഡ്രസ്സ് എല്ലാം കൊടുത്തു. അടുത്തത് നമ്മളോട് ചോദിക്കുന്ന ഓർഡർ നമ്പറാണ്. ഓർഡർ നമ്പർ എന്താണോ അത് നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഞാൻ 00101 എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, പർച്ചേസ് ലെഡ്ജർ, പർച്ചേസ് അക്കൗണ്ട്. ഇനി നെയിം ഓഫ് ഐറ്റം ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, LGTV എന്ന് പറഞ്ഞിട്ട്. ആ LGTV നമ്മൾ സെലക്ട് ചെയ്തു, എൻ്റർ അടിച്ചാൽ അടുത്തത് ചോദിക്കുന്നത് ഡ്യൂ ഓൺ. ഈ ഓർഡർ എന്നത്തേക്കാണ് ഡ്യൂ ആവുന്നത്, അതായത് ഈ ഓർഡർ നമുക്ക് എന്നത്തേക്കാണ് ആവശ്യം, ആ ഡേറ്റ് ആണ് നമ്മളിവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ ആ ഡേറ്റ് എന്നാണോ നമ്മൾ അവരോട് പറയണത്, ആ ഡേറ്റ് ആണ് നമ്മളിവിടെ കൊടുക്കേണ്ടത്. ഓക്കെ, കൊടുത്തു കഴിഞ്ഞാൽ ക്വാണ്ടിറ്റി കൊടുക്കുക. നമുക്കിപ്പോൾ ഒരു 50 ക്വാണ്ടിറ്റി ഓർഡർ ചെയ്യാം. റേറ്റ് നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ട്, സ്റ്റാൻഡേർഡ് റേറ്റിൽ പോയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് റേറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് വന്നു. 50 TV 10,000 വെച്ചിട്ട് 5 ലക്ഷം രൂപയ്ക്കാണ് നമ്മൾ പർച്ചേസ് ഓർഡർ ചെയ്യണത്. ഇനി അടുത്ത പ്രോഡക്റ്റ് ഇതേ ഓർഡർ നമ്പറിൽ തന്നെ അടുത്ത പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ അത് നമുക്ക് കൊടുക്കാം. നമ്മളൊരു പ്രോഡക്റ്റേ കൊടുത്തിട്ടുള്ളൂ, എൻ്റർ അടിച്ച് സേവ് ചെയ്തു. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഒരു ഓർഡർ ചെയ്തു. ഇനി അടുത്തത് നമുക്ക് ഈ ഓർഡർ പർച്ചേസ് ചെയ്യണം. അതിനു മുമ്പ് നമുക്ക് ഓർഡറിൻ്റെ റിപ്പോർട്ട് ഒന്ന് നോക്കാം. നമ്മളിപ്പോൾ ഓർഡർ ചെയ്തിട്ടുള്ളത് ഏതെങ്കിലും പർച്ചേസ് ചെയ്യാതെ പെൻഡിങ് ഉണ്ടോ അത് നമുക്കറിയണം. ആ റിപ്പോർട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഡിസ്പ്ലേയിൽ പോവാം. ഡിസ്പ്ലേ മോർ റിപ്പോർട്ട്സ്, അതിനകത്തുണ്ടായിരിക്കും സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇൻവെൻ്ററി എന്ന് പറഞ്ഞ് കാണാം. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇൻവെൻ്ററി, അതിൽ പർച്ചേസ് ഓർഡർ ഔട്ട്സ്റ്റാൻഡിങ് കാണാൻ പറ്റും. പർച്ചേസ് ഓർഡർ ഔട്ട്സ്റ്റാൻഡിങ്,
അതിനകത്ത് ഓൾ ഓർഡേഴ്സ് കൊടുത്താൽ നമ്മൾ ഓർഡർ ചെയ്തിട്ട് പർച്ചേസ് ചെയ്യാതെ ഇരിക്കുന്ന എല്ലാ ഓർഡേഴ്സും നമുക്കിവിടെ കാണാൻ പറ്റും. ഓർഡർ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതുവരെ പർച്ചേസ് ചെയ്തിട്ടില്ല. ഇവിടെ നോക്കൂ, നമ്മുടെ ഡേറ്റ് ഉണ്ടായിരിക്കും, അതേപോലെ ഓർഡർ നമ്പർ ഉണ്ടായിരിക്കും, ഏതാണ് പ്രൊഡക്റ്റ്, എത്ര ക്വാണ്ടിറ്റിക്കാണ് ഓർഡർ ചെയ്തിരുന്നത്, ബാലൻസ് എത്ര ഉണ്ട്, അതായത് പർച്ചേസ് ചെയ്യാതെ പെൻഡിങ് എത്ര ഉണ്ട്, അതിൻ്റെ റേറ്റും എമൗണ്ടും ഡ്യൂ ഓൺ ഡേറ്റും കാണാൻ കഴിയും. അതേപോലെ പാർട്ടിയുടെ പേരും. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതുവരെ പർച്ചേസ് ചെയ്തിട്ടില്ല, ആ റിപ്പോർട്ടാണ് നമ്മൾ എടുത്തത്. ഇനി നമ്മൾ ആ ഡേറ്റ് എത്തുമ്പോൾ, ഓർഡർ ചെയ്ത പ്രൊഡക്റ്റ് നമ്മൾ ഡേറ്റ് എത്തുമ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്യണം. അതിന് നമുക്ക് പർച്ചേസ് വൗച്ചർ എടുക്കുക. പർച്ചേസ് വൗച്ചർ F9 പർച്ചേസ് വൗച്ചർ. ഫസ്റ്റ് പാർട്ടീസ് അക്കൗണ്ട് നെയിം കൊടുത്തു, പാർട്ടിയുടെ പേര് PQR ആണ്. അത് കഴിഞ്ഞ് ഡീറ്റെയിൽസ് എല്ലാം കൊടുത്ത് എൻ്റർ അടിച്ചു. അതിന് ശേഷം ഇപ്പോൾ ഇവിടെ ഡീറ്റെയിൽസ് കൊടുക്കുമ്പോൾ നമുക്ക് റെസിപ്റ്റ് നമ്പർ, ഡോക്യുമെൻറ്റ് നമ്പർ, ഡെസ്പാച്ച് ത്രൂ, ഡെസ്റ്റിനേഷൻ, അതുപോലെ മോട്ടോർ വെഹിക്കിൾ നമ്പർ, എല്ലാ ഡീറ്റെയിൽസും കൊടുക്കണം. അതിനുശേഷം ഇവിടെ ഓർഡർ ഡീറ്റെയിൽസിൽ നമ്മൾ ഏത് ഓർഡറാണോ പർച്ചേസ് ചെയ്യണത് ആ ഓർഡർ സെലക്ട് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഈ ഓപ്ഷൻ നമുക്ക് അഥവാ ഇവിടെ വന്നിട്ടില്ലെങ്കിൽ നമ്മൾ F12 കോൺഫിഗറേഷൻ എടുക്കുക. F12 കോൺഫിഗറേഷൻ, അതിനകത്ത് ഇവിടെ കാണാം പ്രൊവൈഡ് റെസിപ്റ്റ് ഓർഡർ ആൻഡ് ഇമ്പോർട്ട് ഡീറ്റെയിൽസ് എന്ന് കാണാം. അത് എസ് ആയിരിക്കണം. അതേപോലെ പ്രൊവൈഡ് ഓർഡർ ഡീറ്റെയിൽസ്, ഈ രണ്ട് ഓപ്ഷനും എസ് ആണെങ്കിൽ മാത്രമേ നമുക്ക് ഇവിടെ ഈ ഓർഡർ നമ്പർ വരുള്ളൂ. അപ്പോൾ അഥവാ നിങ്ങളുടെ സിസ്റ്റത്തിൽ ആ ഓർഡർ ഡീറ്റെയിൽസ് വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ F12 പോയിട്ട് ഈ രണ്ട് ഓപ്ഷൻസും എസ് ആക്കണം. ഒന്ന് പ്രൊവൈഡ് റെസിപ്റ്റ് ഓർഡർ ആൻഡ് ഇമ്പോർട്ട് ഡീറ്റെയിൽസ്, അത് എസ് ആക്കണം. പ്രൊവൈഡ് ഓർഡർ ഡീറ്റെയിൽസ്, ഇതും എസ് ആക്കണം. ഓക്കെ, ഇനി നമ്മൾ ഓർഡർ നമ്പർ സെലക്ട് ചെയ്തു. ഓർഡർ നമ്പർ സെലക്ട് ചെയ്തിട്ട് എൻ്റർ അടിച്ചു. അപ്പോൾ നമുക്ക് എന്താണോ നമ്മൾ പാർട്ടിയുടെ അഡ്രസ്സ് എല്ലാം കൊടുത്തു, എന്താണോ നമ്മൾ ഈ ഓർഡറിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്, ഏത് പ്രൊഡക്റ്റ് ആണോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അത് നമുക്കിവിടെ ഓട്ടോമാറ്റിക്കായിട്ട് വരും. അപ്പോൾ LG TV ആണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് എത്ര ക്വാണ്ടിറ്റിയാണ്, 50 ക്വാണ്ടിറ്റിയാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ക്വാണ്ടിറ്റിയിൽ നമ്മൾ ഓർഡർ ചെയ്യുമ്പോൾ 50 എണ്ണം ഓർഡർ ചെയ്തു. ഇപ്പോൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ 40 എണ്ണ വാങ്ങണമെങ്കിൽ നമ്മളിവിടെ 40 എന്നുള്ള ക്വാണ്ടിറ്റി കൊടുക്കണം. ഞാനിപ്പോൾ ക്വാണ്ടിറ്റി ചേഞ്ച് ചെയ്യണില്ല. പിന്നെ അതേപോലെ ഡ്യൂ ഓൺ എന്നുള്ളത്, റേറ്റ് എന്നുള്ളിടത്ത് നമ്മൾ റേറ്റ് വന്നിട്ടുണ്ടാവും. അഥവാ റേറ്റിൽ അന്ന് ഓർഡർ ചെയ്യുമ്പോൾ 10,000 ആയിരുന്നു, ഇപ്പോൾ റേറ്റിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ നമ്മളതിവിടെ ചേഞ്ച് ചെയ്ത് കൊടുക്കുക. എമൗണ്ട് എല്ലാം വന്നിട്ടുണ്ടായിരിക്കും. ദെൻ എൻ്റർ അടിച്ചിട്ട് സേവ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഓർഡറിൻ്റെ പെൻഡിങ് നോക്കാം. ഡിസ്പ്ലേയിൽ ഏതായിരുന്നു, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇൻവെൻട്രി, അതിനകത്ത് പർച്ചേസ് ഓർഡർ ഔട്ട്സ്റ്റാൻഡിങ്, അതിനകത്ത് ഓൾ ഓർഡേഴ്സ്. ഇപ്പോൾ ഇവിടെ ഓർഡർ ഒന്നും പെൻഡിങ് ഇല്ല, നമ്മൾ ഓർഡർ ചെയ്ത പ്രോഡക്റ്റ് എല്ലാം നമ്മൾ പർച്ചേസ് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് അതുപോലെ സെയിൽസ് ഓർഡർ എങ്ങനെയാണ് ചെയ്യണേന്ന് നോക്കാം. സെയിൽസ് ഓർഡർ ചെയ്യാൻ ഇതേപോലെ വൗച്ചേഴ്സിൽ പോയി F10 അതർ വൗച്ചേഴ്സ് ഓപ്പൺ ചെയ്തു. അതിലുണ്ടായിരിക്കും ഇവിടെ ഷോ ഇനാക്റ്റീവ് ഉണ്ടായിരിക്കും. അതിനകത്ത് ഓർഡർ വൗച്ചറിൽ ഉണ്ടായിരിക്കും. പർച്ചേസ് ഓർഡറിന് താഴെ സെയിൽസ് ഓർഡർ ഉണ്ടായിരിക്കും. സെയിൽസ് ഓർഡറിൽ എൻ്റർ അടിച്ചു, ആക്ടിവേറ്റ് കൊടുത്തു. അപ്പോൾ നമുക്കിവിടെ സെയിൽസ് ഓർഡർ ഓപ്പൺ ആയി വന്നിട്ടുണ്ടാവും. നേരത്തെ നമ്മൾ ചെയ്ത അതേപോലെ തന്നെ ഫസ്റ്റ് പാർട്ടിയുടെ പേരാണ് കൊടുക്കേണ്ടത്. പാർട്ടിയുടെ പേര് XYZ കൊടുത്തു. മോഡ് ഓഫ് പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തു. അത് കഴിഞ്ഞാൽ അടുത്തത് ഓർഡർ നമ്പറാണ്. ഓർഡർ നമ്പർ എത്രയാണെന്നുണ്ടെങ്കിൽ അത് കൊടുത്തു. 6001 ആണ്. സെയിൽസ് ലെഡ്ജർ, സെയിൽസ് അക്കൗണ്ട് നമ്മൾ മുമ്പ് ക്രിയേറ്റ് ചെയ്ത് വെച്ചതുകൊണ്ടാണ് ഇതൊക്കെ ഇവിടെ വന്നിട്ടുള്ളത്. നെയിം ഓഫ് ഐറ്റം നമുക്ക് ക്രിയേറ്റ് ചെയ്തതുണ്ട്. LG TV. കസ്റ്റമറുടെ നിന്ന് നമ്മൾ ഓർഡർ എടുക്കുകയാണ്. അത് എന്നത്തേക്കാണ് ഓർഡർ എങ്കിൽ ആ ഡേറ്റ് ആണ് അവിടെ ഡ്യൂ ഓൺ ഡേറ്റിൽ കൊടുക്കേണ്ടത്. ക്വാണ്ടിറ്റി നമ്മൾ നമുക്ക് കിട്ടുന്ന ഓർഡർ ഒരു 30 ക്വാണ്ടിറ്റിക്കാണ് ഓർഡർ കിട്ടുന്നത്. റേറ്റ് 12,000 ആണ്. അങ്ങനെ 3,60,000 നമ്മൾ എൻ്റർ അടിച്ച് സേവ് ചെയ്തു. ഇനി ഇതിൻ്റെ റിപ്പോർട്ട് കാണണമെങ്കിൽ ഡിസ്പ്ലേയിൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇൻവെൻട്രിയിൽ സെയിൽസ് ഓർഡർ ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ടാവും. ഡിസ്പ്ലേയിൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇൻവെൻട്രിയിൽ സെയിൽസ് ഓർഡർ ഔട്ട്സ്റ്റാൻഡിങ്, അതിനകത്ത് ഓൾ ഓർഡേഴ്സിൽ പോവുക. അപ്പോൾ അവിടെ ഉണ്ടാവും സെയിൽസ് ഓർഡർ പെൻഡിങ് ഉള്ളത് കാണാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് ഇത് സെയിൽ ചെയ്യുമ്പോൾ വൗച്ചേഴ്സിൽ പോയി സെയിൽസ് F8 സെയിൽസ് ഓപ്പൺ ചെയ്തു. പാർട്ടിയുടെ പേര് കൊടുത്തു. ഓർഡർ നമ്പറിൽ
ഓർഡർ നമ്പർ സെലക്ട് ചെയ്ത് കൊടുത്തു. നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഓർഡർ നമ്പർ വന്നിട്ടില്ലെങ്കിൽ F12 പോയിട്ട് പ്രൊവൈഡ് റെസിപ്റ്റ് ഓർഡർ ആൻഡ് ഇമ്പോർട്ട് ഡീറ്റെയിൽസും അതേപോലെ പ്രൊവൈഡ് ഓർഡർ ഡീറ്റെയിൽസും നമ്മൾ എസ് ആക്കിയിരിക്കണം. അപ്പോൾ എസ് ആക്കിയാൽ മാത്രമേ നമുക്ക് ഈ ഓപ്ഷൻ ഇവിടെ വരുള്ളൂ. നമ്മൾ ഓൾറെഡി പർച്ചേസ് ഓർഡർ ചെയ്ത സമയത്ത് തന്നെ പർച്ചേസ് ചെയ്യുമ്പോൾ തന്നെ നമ്മളത് എസ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ സെയിൽസ് ഓർഡറിൻ്റെ നമ്പർ സെലക്ട് ചെയ്തു. ഓക്കെ, എൻ്റർ അടിച്ചു, പാർട്ടിയുടെ അഡ്രസ്സ് എല്ലാം കൊടുത്തു. സെയിൽസ് ലെഡ്ജർ സെയിൽസ് ഓർഡറിൽ 30 ക്വാണ്ടിറ്റിയാണ് ഓർഡർ ഉണ്ടായിരുന്നത്. ക്വാണ്ടിറ്റിയിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടെങ്കിൽ വേരിയേഷൻ ഉണ്ടെങ്കിൽ അതിവിടെ കൊടുക്കണം. റേറ്റിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ അതും നമ്മളിവിടെ ചേഞ്ച് ചെയ്ത് കൊടുക്കുക. ദെൻ എൻ്റർ അടിച്ചിട്ട് സേവ് ചെയ്യാം. ഇനി നമുക്ക് ആ ഓർഡർ പെൻഡിങ് ഉണ്ടോ എന്നുള്ളത് നോക്കാം. ഡിസ്പ്ലേയിൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇൻവെൻ്ററി, അതേപോലെ സെയിൽസ് ഓർഡർ ഔട്ട്സ്റ്റാൻഡിങ്, അതിൽ ഓൾ ഓർഡേഴ്സ് എടുത്താൽ സെയിൽസ് ഓർഡറിലും ഇപ്പോൾ പെൻഡിങ് ഒന്നുമില്ല. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ഓർഡർ ഡീറ്റെയിൽസ് ഇതുവരെ ഓർഡർ ചെയ്തതെല്ലാം കാണണമെങ്കിൽ ഇൻവെൻ്ററി ബുക്സിൽ പോയാൽ ഇവിടെ ഉണ്ടായിരിക്കും. സെയിൽസ് ഓർഡർ ബുക്കിൽ പോയാൽ നമ്മൾ എത്ര സെയിൽസ് ഓർഡർ ചെയ്തു, ടോട്ടൽ സെയിൽസ് ഓർഡറുകൾ കാണാം. അതേപോലെ പർച്ചേസ് ഓർഡർ ബുക്കിൽ പോയാൽ ടോട്ടൽ പർച്ചേസ് ഓർഡർ ചെയ്തതും കാണാൻ പറ്റും. പക്ഷേ ഇതൊന്നും പെൻഡിങ് അല്ല, ഓർഡർ ബുക്കാണ്. പെൻഡിങ് ഉള്ളത് കാണണമെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇൻവെൻ്ററിയിൽ സെയിൽസ് ഓർഡർ ഔട്ട്സ്റ്റാൻഡിങ്, പർച്ചേസ് ഓർഡർ ഔട്ട്സ്റ്റാൻഡിങ് അത് രണ്ടും ഇപ്പോൾ നമുക്ക് നില്ലാണ്. കാരണം നമ്മൾ ഓർഡർ ചെയ്തതെല്ലാം പർച്ചേസും ചെയ്തിട്ടുണ്ട്, ഓർഡർ ചെയ്തതെല്ലാം സെയിൽസും ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് പർച്ചേസ് ഓർഡറിനെ കുറിച്ചും സെയിൽസ് ഓർഡറിനെ കുറിച്ചും ആയിരുന്നു. ഈ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതേപോലെ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ ഒക്കെ ഉണ്ടെങ്കിൽ മെസ്സേജായിട്ട് നിങ്ങൾക്ക് അറിയിക്കാം, കമൻറ്റ് ചെയ്യാം. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ആരെങ്കിലും അക്കൗണ്ട്സ് പഠിക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അവരിലേക്ക് എൻ്റെ ഈ ചാനൽ ഷെയർ ചെയ്യാം. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു, ബൈ.